അപ്പോൾ ഹായ്, ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുറേ നാളെ ഇങ്ങനെ വിചാരിക്കുന്നു, കുറേ റിയാക്ഷൻസ് ചെയ്യണം, കുറേ വീഡിയോസ് ചെയ്യണം നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ ഓരോരുത്തർ ചെയ്യുമ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആരാ എന്താന്നുള്ളത് പതുക്കെ എല്ലാം ഇതാക്കാൻ. ഞാൻ ഒരു നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ വ്യക്തിയാണ്. എൻ്റെ പേര് ഷാമിൽ എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കുറേ പ്രാവശ്യം ശ്രമിച്ചതാണ് നോക്കാം, പക്ഷേ ഞങ്ങളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ജോലി തിരക്ക്, കാര്യങ്ങൾ, ഷിഫ്റ്റ് ചേഞ്ച്, അങ്ങനത്തെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മാറ്റി വെച്ചെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമല്ല, ബിഗ് ബോസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത്. കാരണം നമ്മൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമുക്ക് ഫസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. കാരണം സീസൺ 6ൻ്റെ ഒരു ഹാങ് ഓവർ കാരണം സീസൺ 6 എനിക്കിഷ്ടപ്പെടാത്തൊരു സീസണായി പോയതുകൊണ്ട് എനിക്കത് സീസൺ 7 വന്നപ്പോൾ എന്തോ ഫസ്റ്റ് ഒരു തുടക്കം ഇഷ്ടമായില്ല. പക്ഷേ നമ്മൾ അറിയുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഷാനവാസ്കി ആയിരുന്നു എനിക്ക് അറിയുന്ന ഒരാൾ. പിന്നെ അതല്ലാണ്ട് പിന്നെ അനുമോള്, അങ്ങനെ പിന്നെ അക്ബറിനെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ അക്ബർ എന്താണ് പാട്ടുകാരനെന്നറിയാം, അല്ലാണ്ട് വേറെ കാര്യമൊന്നും അറിയില്ല. പിന്നെ വൈൽഡ് കാർഡ് വന്ന ജിഷിൻ, അങ്ങനത്തെ കുറച്ച് പേരെയാണ് അറിയുള്ളൂ. അപ്പോൾ ഇത് കുറേ നാൾ വിചാരിക്കുന്നത് കാണണം, ഇത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് റിയാക്ഷൻ തുടങ്ങിയാലോ, നമുക്ക് ഈ റിയാക്ടിങ് വീഡിയോസൊക്കെ നമുക്ക് പറ്റുമോ എന്ന് കുറേ വിചാരിച്ചു. അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, ചെയ്ത് നോക്ക്, ബാക്കിയൊക്കെ പിന്നല്ലേ, കളിയാക്കലൊക്കെ ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് ചെയ്യണമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ബിഗ് ബോസ് സീസൺ 7 അതൊരു ഏറ്റവും കൂടുതൽ ഫേവററ്റിസം നടന്നൊരു സീസണായിട്ട് എനിക്കിത് തോന്നുന്നുണ്ട്. കാരണം സീസൺ 6 അങ്ങനെ പറഞ്ഞു, 4ലും 5ലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ലൈവ് കാണുന്ന നിങ്ങൾക്ക്, ഇപ്പോൾ എനിക്കായാലും ആർക്കായാലും അത് മനസ്സിലാവും. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അക്ബറിന് അവിടെ ഫേവററ്റിസം ഉണ്ട് എന്നുള്ളത്. കാരണം അക്ബർ സെർഗോ വിജയരാജ് എന്ന ഡയറക്ടറിൻ്റെ അടുത്ത സുഹൃത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ലൈവ് കാണുന്ന അക്ബറിൽ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് ശ്രമിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് വീക്കെൻഡ് എപ്പിസോഡ്സ് ആയാലും അല്ലാത്ത എപ്പിസോഡ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമുക്ക് ലൈവിൽ കാണുമ്പോൾ അക്ബർ വേറൊരു ക്രിമിനൽ മൈൻഡിലുള്ള ഒരാളെ പോലെ തോന്നുന്നു. അതായത് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യമാണ്. അത് കുറേ പേർക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം ക്രിമിനൽ മൈൻഡിലെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അക്ബറാണ് അവിടെ ഏറ്റവും. ഇപ്പോൾ ഷാനവാസ്ഖാനെ കുറേ പേര് കുറ്റം പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാൽ അക്ബറിനെ എന്തിനാണ് പറയുന്നത്. അക്ബർ അവിടെ ചെയ്യുന്ന കാര്യമാണ് അയാൾ പറയുന്നത്, അല്ലാണ്ട് അക്ബറിനെ വെറുതെ ഇട്ട് വലിച്ചു കയറില്ല. അക്ബർ സീസൺ 6 കാട്ടി കുറച്ച് അപേക്ഷിച്ച് നല്ലൊരു ഗെയിമേഴ്സ് ഉണ്ട്, നല്ലൊരു ഗെയിമേഴ്സിനെ നമുക്ക് കണ്ടിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള സീസണെ അപേക്ഷിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സീസൺ 5 വരെ നല്ലൊരു ഗെയിമേഴ്സ് ഉണ്ടായ സീസൺ 5 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബെസ്റ്റ് സീസൺ കിട്ടിയത് ഈ സീസണാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊക്കെ താഴെ കേട്ടോ ഈ സീസൺ 7. സീസൺ 6 മേലെ ബാക്കിയാണ് താഴെ. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇത്. നല്ല പൊട്ടൻഷ്യലുള്ള ഗെയിമേഴ്സാണ്. നമുക്ക് TTF വന്നപ്പോഴാണ് അവരുടെ ഇത് നമുക്ക് മനസ്സിലായത്. TTF എല്ലാവരും നമ്മുടെ ഇപ്പോൾ ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, ഇപ്പോൾ നൂറ, ആദില, എല്ലാവരും ഒരു ബെസ്റ്റ്. ഇവൻ അക്ബർ പോലും ബെസ്റ്റായിട്ട് ബെറ്ററായിട്ട് മാക്സിമം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് മുന്നത്തെ ടാസ്ക് കാണും, നമ്മൾ ആലോചിച്ച് പോകണം ഇവരെന്തുകൊണ്ടാണ് ഇത്ര നാൾ ഈ ടാസ്കുകളൊക്കെ ഇങ്ങനെ ചെയ്തത്, ഒരു ഫ്ലോപ്പാക്കി കളഞ്ഞത്. സീസൺ തന്നെ ഫ്ലോപ്പാക്കി കളഞ്ഞ ഇവർ ഈ കണ്ടസ്റ്റൻസ്. പക്ഷേ ഇവർ TTF വന്നപ്പോൾ എല്ലാം നന്നായി കളിക്കുന്നു, എല്ലാവരും നല്ല രീതിക്ക് കളിക്കുന്നു, എല്ലാവരും നന്നായിട്ട് അവർക്ക് വേണമെന്നുള്ളൊരു ഇനിയാണ് വേണം. ഇത്ര 80 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വിചാരിക്കുന്നത്. അതാണ് ആകെയുള്ള നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പോൾ നല്ലൊരു സീസൺ ആക്കാൻ പറ്റുന്നൊരു സീസണെ അത് ഇങ്ങനെ ഫ്ലോപ്പാക്കി കളഞ്ഞത് ഡയറക്ടറിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. കാരണം അക്ബറിൻ്റെ ഫേവററ്റിസം കൂടിയിട്ട് ബാക്കിയുള്ളത് അയാൾ മറന്നു. നമ്മൾ കഴിഞ്ഞ സീസൺസിൻ്റെ ഡയറക്ടർ ഹാഫിസ്, അദ്ദേഹം ഞാൻ പറഞ്ഞ ഫേവററ്റിസം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഷോന് അനിവാര്യമായിരുന്ന ഒരു ഫേവററ്റിസമാണ് അത് കാണിച്ചത്. അത് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം നമ്മൾ ആ സീസൺ നമ്മൾ മാക്സിമം ഡിഗ്രേഡ് നമ്മൾ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഈ ഡയറക്ടറിനെ. പക്ഷെ അദ്ദേഹം ഞാൻ പറയുന്നു ആ ഷോയ്ക്ക് അനിവാര്യമായ കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കാരണം അതുകൊണ്ട് തന്നെ ആ ഷോ എന്ത് ചെയ്തു, ഷോ നല്ല വിജയിച്ചു. കാരണം നെഗറ്റീവ് കൊണ്ട് വിജയിച്ചൊരു ഷോ ആണ് സീസൺ 6. അപ്പോൾ സീസൺ 7 വരുമ്പോൾ നെഗറ്റീവ്സ് കൊണ്ട് പോലും അവർക്ക് അതിനെ മറികടക്കാൻ പറ്റും. കാരണം എല്ലാം കണ്ടസ്റ്റൻസ് ഗ്രാഫ് വരുന്നത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ്. ഈവൻ അനീഷ ആയാലും ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് പോകുന്നത്. ഷാനവാസ് ആയാലും ഇങ്ങനെ പോവുക, പിന്നെ ഇങ്ങനെ പോവുക, ഇങ്ങനെ വരിക. നൂറേ അതുപോലെ തന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരികയാണ്.
അതുപോലെ എല്ലാ കണ്ടസ്റ്റൻസ് ഇപ്പോൾ അക്ബറാണ് മേലേക്ക് പോകുന്ന താഴത്തേക്ക് പോകുന്നത് അങ്ങനെ പോവുക, പക്ഷേ ഇടയ്ക്കൊന്ന് പൊന്തി ഇടയ്ക്കൊന്ന് താഴും. അതാണ് അക്ബറിൻ്റെ ഒരു ഗ്രാഫ്. പിന്നെ നെവിൻ ഫസ്റ്റ് എൻ്റർടൈൻമെൻറ്റായി വന്നിട്ട് കോമാളിയായിട്ട് പോകുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻ്റർടൈനറായിരുന്നു. നമുക്ക് ഫസ്റ്റൊക്കെ കാണുമ്പോൾ ഓക്കെ നെവിൻസ് ഓക്കെ നമ്മൾ ലാലേട്ടൻ്റെ എപ്പിസോഡ്സ് ആയാലും നെവിൻ നന്നായിട്ട് സംസാരിക്കുന്നു. പക്ഷേ കോമാളിയായിട്ട് അദ്ദേഹം മാറി കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വീക്കാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ ടാർഗറ്റ് ചെയ്തോട്ടെ, പക്ഷെ ഇത്രയും വൾഗറായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഇത്രയും വൾഗറിറ്റി കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പുറത്ത് നല്ല ഒരിക്കലും കിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഹിന്ദി ബിഗ് ബോസ് അല്ല എന്നുള്ളത് നെവിൻ മനസ്സിലാക്കണം. പിന്നെ അക്ബർ ഒന്ന് മനസ്സിലാക്കി കൊള്ളാം. കാരണം ഒരിക്കലും ഹിന്ദി ബിഗ് ബോസിൻ്റെ ഒരു പരിപാടികൾ ഇവിടെ ഇപ്പോഴൊന്നും ഏൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പതുക്കെ ഓക്കെ ആവും. അല്ലാണ്ട് ഒരിക്കലും ഇപ്പം നിങ്ങൾ സീസൺ 90 ആണ് ബിഗ് ബോസ് നടക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മലയാളം ബിഗ് ബോസ് അനുവദിക്കില്ല. കാരണം അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് വേറൊരു കാര്യങ്ങളായിട്ടല്ല, മറ്റേ സംസാരമായിക്കോട്ടെ, അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ, അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരിക്കലും നമ്മുടെ സീസണിൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ അനുവദിക്കില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ വന്നേക്കാം. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം, നെവിൻ ഇന്നലെ ഔട്ടാവേണ്ടതായിരുന്നു. അത് എനിക്ക് ആര്യൻ്റെ എവിക്ഷൻ ഈസ് വെരി അൺഫെയർ. കാരണം എന്താ വെച്ചാൽ എല്ലാ ടാസ്കുകളും മാക്സിമം പൊട്ടൻഷ്യൽ ഇട്ട് കളിച്ച വ്യക്തിയാണ്. ഈവൻ TTF ആയാലും മാക്സിമം പൊട്ടൻഷ്യൽ എന്തായാലും ചെയ്തിട്ടുണ്ട്. പക്ഷേ BB സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആര്യനൊരു സപ്പോർട്ടിങ് BBയുടെ ഉണ്ടായിരുന്നു ടാസ്കുകളിൽ. അതായത് അവർക്ക് ഇപ്പോൾ അഖിൽ മലയാർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഒരു വ്യക്തിനെ അവർക്ക് വിചാരിക്കാം, അവർക്ക് കപ്പല്ല, അവർക്ക് മാക്സിമം മുന്നോട്ട് വരാനും അവർക്ക് ടോപ്പ് വരെ എത്തിക്കാനും അവർക്ക് വിചാരിക്കാൻ ഒരു വ്യക്തിനെ. അത് അവർ ആര്യനെ വിചാരിച്ചിരുന്നു. പക്ഷേ ആര്യൻ എന്ത് ചെയ്തു, ആ TTFൽ പോയി അവന് ഇത്ര 15 ടാസ്കുകൾ 8-9 ടാസ്കിലേക്ക് ചുരുങ്ങി. ആ ചുരുങ്ങിയിട്ട് അത് 100 അടിക്കുന്ന ഒരിക്കലും സർഗോ വിജയരാജോ അതുപോലെ ടാസ്കിൻ്റെ ആ ക്രിയേറ്റീവ് ടീമോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് നമുക്ക് കണ്ടാലറിയാം. നമുക്ക് ആ ടാസ്കുകളായിക്കോട്ടെ അത് എല്ലാം ആര്യന് വേണ്ടി പ്രിപ്പയർഡ് ടാസ്കുകളാണ്. പക്ഷെ ആര്യൻ ജയിച്ചില്ല. ആര്യൻ ജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, നെവിൻ പോയായിരുന്നു. പക്ഷേ പിന്നെ വേറെ സംഭവങ്ങളുണ്ട്. ഇവർക്ക് കണ്ടൻറ്റാണ് വേണം. കാരണം ഓൾറെഡി ഫ്ലോപ്പായി ഷോ. കാരണം ഈ സീസൺ 7 ഫ്ലോപ്പായി. കാരണം അതിൻ്റെ TRP ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. കാരണം ഇത് നെഗറ്റീവ് വേണം. അതിന് നെവിൻ നിർത്തിയതിൽ നമുക്ക് പറയാനുള്ളത് നല്ല തീരുമാനമാണ്. അത് ഈവൻ ദാറ്റ് ക്രിയേറ്റീവ് ടീം നല്ലൊരു ഇതാണ്. കാരണം അവർ നന്നായിട്ട് തന്നെ ആ പരിപാടി ചെയ്ത്. കാരണം അവനുണ്ടെങ്കിൽ അവർക്ക് നെഗറ്റീവ് കണ്ടൻസ് കൂടും. നെഗറ്റീവായിട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. നമുക്ക് നെഗറ്റീവ് വൈബ്സ് വരും. ഇതിപ്പോൾ നിങ്ങൾ ലൈവ് കണ്ടിട്ട് നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ അക്ബറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവാണ് വരിക. അക്ബർ അവിടെ വേണം. കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലാണ് ഷോ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അക്ബർ എന്ന നെഗറ്റീവിസം അവിടെ വേണം. പിന്നെ നെവിൻ എന്ന നെഗറ്റീവ്സ് അവിടെ വേണം. അതുകൊണ്ട് ആ ഷോ മുന്നോട്ട് പോകണം. ഇപ്പോൾ അനുമോളുടെ ഗെയിമിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. BB കാണുന്നതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പക്ഷെ കഴിഞ്ഞ വീക്കിൽ അനുമോള് നൂറ ആദില അവർ കാണിച്ചത് ശരിയാണ്. എൻ്റെ ഇത് വെച്ചിട്ട് പെർസ്പെക്റ്റീവിൽ ദേ ഡു റൈറ്റ് അല്ലേ. കാരണം അക്ബറിനെ പോലെ ഒരാൾ നമ്മളെതിരെ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോവും. നിങ്ങൾ കുറേ പേര് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അക്ബർ എന്ന വ്യക്തിയെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യും. ഇതിൽ കുറഞ്ഞു പോയി. കാരണം അക്ബറിനെ നമുക്ക് വലിച്ചു വാരി അടിക്കാൻ തോന്നും, പക്ഷെ അതിനോട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രിമിനൽ മൈൻഡ് വെച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അക്ബറിനെ. കാരണം അക്ബർ എല്ലാം കണ്ടിട്ട് പറഞ്ഞു എന്നെ ആർക്കും ഇഷ്ടമല്ല. എന്നെ ഒരു പ്രാവശ്യം ആദിലെടുത്ത് പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ല. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇയാൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇയാൾ ഇവരൊക്കെ അനുവിനൊക്കെ ഫസ്റ്റ് എപ്പിസോഡ്സിൽ എന്തൊക്കെ തരാണ് പറയുന്നത്. അനു സ്റ്റേ പറഞ്ഞ ഡോഗിനെ വരെ അറപ്പാക്കുന്ന രീതിയിലാണ് അക്ബറിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ. വെറുതെ ഇരുന്ന് കുണയ്ക്കുക. അതെന്നെ പറഞ്ഞു കുണയ്ക്കാൻ അക്ബർ. അതിൽ സപ്പോർട്ടായിട്ട് സെർഗോ വിജയരാജ് ഡയറക്ടർ സാറേ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങാൻ ചെയ്തു. കാരണം നിങ്ങൾ ഈ നെഗറ്റീവ്സ് കുറച്ച് കഴിഞ്ഞാൽ മാറും. ഇപ്പോൾ പുറത്ത് വന്ന് അക്ബർ 2 പാട്ട് പാടി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞാൽ മാറും. അപ്പോൾ അക്ബറിനെ ഒരിക്കലും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അക്ബറിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അക്ബറിൻ്റെ നെഗറ്റീവ്സ് കാണിക്കുന്ന എപ്പിസോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഷോക്ക് എൻ്റെ മോൾ ഷൈൻ ഇന്ത്യ എന്ന
വലിയൊരു സാമ്രാജ്യം, അതുപോലെ തന്നെ ഏഷ്യൻ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ ശരിക്ക് ഫ്ലോപ്പാക്കി. ആ ദൗത്യം നിങ്ങൾ ഫ്ലോപ്പാക്കി കൊടുത്തു. കാരണം നിങ്ങൾക്ക് വേണ്ട കണ്ടൻസാണ്, നിങ്ങൾക്ക് വേണ്ടത് പൈസയാണ്, നിങ്ങൾക്ക് വേണ്ടത് ആ ഷോ വിജയിപ്പിക്കുകയാണ്. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവാണ്. അത് നിങ്ങൾ ചെയ്തില്ല, ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല. നിങ്ങൾ തോറ്റുപോയാൽ അല്ലേ? തോറ്റുപോയി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് എപ്പിസോഡ്സ് അങ്ങനെ കാണാൻ തോന്നുന്നില്ല. ലൈവ് കണ്ടിട്ട് നമുക്ക് എപ്പിസോഡ്സ് കാണാൻ തോന്നുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ കാണുകയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണണ്ട. നമ്മൾ അറിയാണ്ട് നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ. ഞാനിത് കുറേ വിചാരിക്കുന്ന ഒരു വീഡിയോയിലും ഇത് ഇടണം എന്ന്. പക്ഷേ എനിക്ക് ഒരു ക്യാമറ ഒരു ഫിയർ ആയ കാരണം എനിക്ക് പിന്നെ എത്ര വ്യൂസ് അതൊക്കെ വിചാരിച്ചു. പക്ഷേ വ്യൂസ് ഒന്നുമല്ല, നമുക്ക് വ്യൂസ് വരാണ്ടിരിക്കുക. എന്താ വെച്ചാൽ ആയിക്കോട്ടെ, നമ്മൾ വീഡിയോ ഇടുക എന്നുള്ളത് 10 പേരാണ്, 10 പേര് കാണട്ടെ, ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്നാൽ ആര്യൻ്റെ എനിക്ക് കുറച്ച് കാര്യം പറഞ്ഞു. ആര്യൻ്റെ എവിക്ഷൻ കഴിഞ്ഞിട്ട് ആര്യൻ ചെയ്ത കാര്യം, അനുമോളോട് ഇത് കൊടുത്തില്ല, ഷേക്കൻ്റെ കൊടുത്തില്ല. പക്ഷേ അത് പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ ചെയ്ത പരിപാടിയാണ്. കാരണം ഫേക്ക് ഹ്യൂമാനിറ്റി കാണിച്ചൊരു വ്യക്തിയാണ് ആര്യൻ. ഫേക്ക് ഹ്യൂമാനിറ്റിയുടെ അംബാസഡറാണ് സത്യമായിട്ട്. കാരണം വെച്ചാൽ ഹ്യൂമാനിറ്റിയുടെ കാര്യം പറയുകയും ചെയ്യും, എന്നിട്ട് മൂപ്പര് ഫുൾ ഹ്യൂമാനിറ്റി ചെയ്യൂല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റിയുടെ പേരിൽ വന്നിട്ട് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്ത്, ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവില്ല, ആ സമയത്ത് അങ്ങനെ തോന്നി, പിന്നെ അത് മാനിപ്പുലേഷൻ ചെയ്ത് പറയും. അതുപോലെ ഷാനവാസ് അങ്ങനെ മാനിപ്പുലേഷൻ ചെയ്യാറുണ്ട്. കാരണം പക്ഷേ മാനിപ്പുലേഷൻ അയാളുടെ ഭാഗത്ത് ശരിയുണ്ടാവും കുറേയൊക്കെ. ഇത് ആരും വന്ന് പറയുമ്പോൾ ആര്യൻ്റെ ഭാഗത്ത് ശരിയില്ല, പക്ഷെ ഷാനുക്ക് വന്ന് പറയുമ്പോൾ അത് ശരിയുണ്ട്. 90% ശരിയുള്ളൊരു കാര്യമാണ്. ഇവൻ പറയുമ്പോൾ 50% പോലും ശരിയില്ല. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് അനീഷ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്നതിന് യോജിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ സാഡായിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വന്ന് സംസാരിച്ചു, ഞങ്ങൾ കേട്ടു, അതാണ് സംഭവം. പക്ഷെ കറക്റ്റ് അനീഷിൻ്റെ മുന്നിൽ ഇപ്പം ഷാനുവാസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങൾക്ക് നടക്കൂല. അയാളിപ്പോൾ നിങ്ങൾ സത്യം പറയണമെങ്കിലും അദ്ദേഹം ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം അങ്ങനത്തെ ഒരു ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ അനീഷ് ഇപ്പോൾ കുറച്ചുകൂടി ഡൗൺ അല്ല, ഒന്ന് ഇതായിരിക്കും. ഇപ്പോഴത്തെ അനീഷിനെ എനിക്കിഷ്ടമായി. കാരണം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുന്നത്തെ ആഴ്ചക്ക് അനീഷ് വെറും വെറുപ്പിക്കലായിരുന്നു. ഭയങ്കര റിപ്പീറ്റ് മോഡ്, ഭയങ്കര ഒരു അരോചകത്താണ് അനീഷ് ചെയ്തത്. പക്ഷേ ഈ ആഴ്ച കഴിഞ്ഞ വീക്ക് അനീഷ് ഭയങ്കര രസത്തിലാണ് ആ വീക്ക് കൊണ്ടുപോയത്. കാരണം ഈവൻ ഷാനവാസിനെ അപ്രിഷ്യേറ്റിംഗ് ആണ്. കാരണം ബാക്കി എല്ലാവരും ഇപ്പോൾ അക്ബർ ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് പെങ്ങളുട്ടി എന്ന് പറയാൻ പാടില്ല, പക്ഷേ അവർക്ക് സ്നേഹിക്കുന്ന അനുമോള്, ആദില, നൂറ, ഇവർ കാണിച്ചത് എന്താണ്? ഒരാൾ വീണ് കിടക്കുമ്പോൾ അവിടെ തല്ലുണ്ടാക്കല. അപ്പോൾ അക്ബർ ഫസ്റ്റ് പറഞ്ഞ ഡ്രാമയാണ്. പിന്നെ അക്ബർ ഇതെല്ലാവരും കാണില്ല എന്ന് വിചാരിച്ച് വന്ന് സഹായിക്കുമ്പോൾ അയാൾ സഹായിച്ച് മാക്സിമം അവിടെ കൊണ്ടുപോയി നിർത്തുക. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് സംസാരിക്കണമായിരുന്നു. ഇത് നിങ്ങൾ ചെയ്തത് ഭയങ്കര, ഇതെപ്പോഴും നിങ്ങൾ കാണുകയാണെങ്കിൽ അറിയണം. കാരണം നിങ്ങൾ ഭയങ്കര തെറ്റാണ് അവിടെ ചെയ്തത്. കാരണം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈവിൽ ആ ചങ്ങായി എത്ര നേരം അവിടെ കിടന്ന്, നമുക്ക് കാണാൻ പറ്റില്ല ലൈവ്. കാരണം നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും മോശമായിട്ടാണ് ലൈവ് കൊണ്ടുപോയത്. അനീഷും സാഹുമാനും മാത്രമാണ് ഹ്യൂമാനിറ്റി കാണിച്ചത്. അതുപോലെ ആരും വന്നിട്ട് ഇടയ്ക്ക് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നു. നെവിൻ പിന്നെ അവന് മിണ്ടുന്നില്ല. നെവിനെ കുത്തി ഇളക്കി വിടുകയാണ് അക്ബർ ചെയ്യുന്നത്. അക്ബർ ശരിക്കും ക്രിമിനലാണ് അതിൻ്റെ ഉള്ളിൽ, ക്രിമിനൽ മൈൻഡോട് കൂടി കാണിക്കുന്നത്. കാരണം ഒരു നിർദിഷ്ട ജീവി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അത്രയും ബ്ലഡി ക്രിമിനൽ മൈൻഡ് സത്യമായിട്ടും അക്ബറിന് അത് യോജിക്കുന്നുണ്ട്. കാരണം ഹീസ് ഡൂയിങ് ദാറ്റ് ഇൻ ദ ഹൗസ്. ഒരു ചെറിയൊരു അഴുക്ക്, അതായത് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, പാത്രം കഴുകി വെച്ചു, ആ പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളാണ് ഫുഡ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ പോയിട്ട് അത് കഴുകി നമ്മളൊന്ന് ഇതാക്കും. ആ ചെറിയൊരു പ്രശ്നമാണ് അക്ബർ അവിടെ ആൾ കത്തിച്ച് അവർക്ക്. കാരണം അക്ബർ അതിന് മുന്നേ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അക്ബറിന് പണിയാൻ മടിയാണ്. അക്ബർ പറഞ്ഞ മടിയനാണ് ഞാൻ. ഓക്കെ, മടിയനാണ്. ആ മടിയൻ കുറച്ചതിന് പണി എന്തിനാണ് കിച്ചൺ ടീം എടുത്ത്, നിങ്ങൾക്ക് ബാത്റൂം കഴുകാൻ ടീം. കാരണം ബാത്റൂം കഴുകാൻ അത്ര വലിയ പണിയൊന്നുമല്ല മോനെ. കാരണം വലിയ പണിയൊന്നുമല്ല. ഈ കിച്ചണിൽ കിടന്ന് കളിക്കാൻ പണിയൊന്നും ഇല്ല. ഈ ബാത്റൂം കിടന്ന് കളിക്കാൻ, ബാത്റൂം ജസ്റ്റ് കഴുകാനുള്ള എന്ത് പണിയാണുള്ളത്? എല്ലാ ദിവസവും ബാത്റൂമിൽ കഴുകിയിട്ട് വൃത്തിയായിട്ട് കളിക്കും. അത് ചെയ്താൽ പോരെ. നീ വെറുതെ കടന്ന് ഞാൻ കിച്ചൺ ടീമിൽ നിൽക്കും, നെവിനെ ക്യാപ്റ്റനാക്കി, ആര്യൻ അത് ഒരു ഇത് വേണ്ടേ, നമുക്കൊരു ഇഷ്ടം വേണ്ടേ, നിന്നോട് ഇഷ്ടം ആവണ്ടേ? ഇത്രയും ദിവസമായില്ലേ. ഈ ബുള്ളിങ് നിർത്തിക്കൂടെ? മറ്റുള്ളവരെ അത് ബുള്ളിങ് ചെയ്തോ, പക്ഷെ നിന്റെ ബുള്ളിങ് നമുക്ക് ദേഷ്യം വന്ന് പൊട്ടിക്കാൻ തോന്നും. ഹൗസ് പൊളിച്ച് വന്ന് പൊട്ടിക്കാൻ എന്നൊക്കെ പറഞ്ഞു.
ഇത്രയും നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു മനുഷ്യനാണ് അതിൻ്റെ ഉള്ളിൽ അക്ബർ. പുറത്തെങ്ങനെയാണോ നമുക്കറിയില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാക്സിമം നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അക്ബർ. ഇത്രയും സീസണിൽ വന്നതിന് വെച്ച് ഏറ്റവും നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരാളാണ്. കഴിഞ്ഞ സീസണിൽ ഗബ്രീനൊക്കെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഗബ്രീനെക്കാട്ടി മോളിൽ പോയി അക്ബർ. ഗബ്രി ഇസ് വെരി സിക്സ്ത് കാര്യം കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല, പക്ഷേ സിക്സ്ത് കാര്യം പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ താല്പര്യമില്ല. ഇപ്പോൾ അവിടെ സീസൺ 7th കാര്യമാണ് പറയുന്നത്. അപ്പോൾ അക്ബറിൻ്റെ ഈ കാര്യം മാക്സിമമാണ്. ഇന്നലെ നെവിൻ്റെ ഇത് നമ്മൾ കണ്ടു, ഇൻ്റർവ്യൂവിൽ ആര്യ എന്താ പറയുന്നതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ചർച്ചയാക്കപ്പെടാൻ പറ്റിയൊരു കാര്യവും പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അനുമോള് നൂറ ആദില ഒരുമിച്ച് കിടക്കുമ്പോൾ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? അത് എന്തുകൊണ്ട്? കാരണം അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടണ്ടേ? കാരണം നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ഈ അനുമോളായിക്കോട്ടെ എല്ലാവരും ആര്യൻ ജിസയിൽ ഒരുമിച്ച് കിടന്ന് ഉമ്മ വെച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നം ഉണ്ടാക്കി അവിടെ. അതുപോലെ തന്നെയല്ലേ ഒരു ലെസ്ബിയൻ കപ്പിള്, ഒരു ലെസ്ബിയനായ ഒരു കുട്ടി മറ്റുള്ളൊരു പെൺകുട്ടീൻ്റെ അടുത്ത് കിടക്കണം ഉമ്മ വയ്ക്കുന്നതൊക്കെ നമുക്ക്. പക്ഷേ പേഴ്സണലി എനിക്കത് വിഷയമല്ല, അത് അവരുടെ ലൈഫ് അവർ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ കുറ്റം പറയുന്നവർ ബാക്കിയുള്ളവരുടെ ഈ കാര്യം കൊണ്ടും തുറന്ന് കാണിക്കണം. അല്ലാണ്ട് ആര്യനും ജിസേലിനും വേറൊരിത് അതുപോലെ തന്നെ അനുമോൾക്കും ആദിലേക്കും വേറൊരിത്, അത് പാടില്ല. നമ്മളുടെ കഴിഞ്ഞ ആഴ്ചത്തെ അനുമോളുടെ ആദിലയുടെയൊക്കെ പ്രകടനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ നൂറ ഭയങ്കരമായിട്ട് ടാർഗറ്റ് നന്നായി TTF കളിച്ചു. ഇനി മാക്സിമം നമുക്ക് പറയാനുള്ളത് 2 വീക്കാണ്. ഈ 2 വീക്കിൽ വീഡിയോസ് ഇടുന്ന താല്പര്യമുണ്ട്. കാരണം എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞേ പറ്റൂ. കാരണം ഇത് കാണുന്നൊരു വ്യക്തിയല്ലേ, അപ്പോൾ നമുക്ക് പറയാമല്ലോ. നമുക്ക് നിങ്ങൾ കാണുന്നത് റീച്ച് ആവുമോ എന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. പിന്നെ താങ്ക് യു കുറേ പറയാനുണ്ട്, പക്ഷേ വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഒരിക്കലും നിങ്ങൾ പിന്നെ അഖിൽമാരാറിൻ്റെ കാര്യം അഖിൽമാരാർ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം കാണുമില്ല നമുക്കറിയില്ല. കാരണം നിങ്ങൾ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു BB വിന്നറാണ് ഹീസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഫസ്റ്റ് ലൈവ് കണ്ടിട്ടൊന്ന് എപ്പിസോഡ് 2 ദിവസം ലൈവ് കാണുന്നുണ്ട്, 2 ദിവസത്തെ എപ്പിസോഡ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സർഗോ എന്തുമാത്രം അക്ബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അക്ബറിൻ്റെ ഒറ്റ നെഗറ്റീവ് വരാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടാണ് എപ്പിസോഡ് കട്ട് ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് കാണുക. പിന്നെ അതുപോലെ തന്നെ ഹാഫിസിനെ ഏഷ്യൻ്റെ തിരിച്ചു വിളിക്കുക, അതായത് ഏഷ്യൻ്റെ അല്ല എൻ്റെ മോശം ഏഷ്യൻ്റെ തിരിച്ചു വിളിക്കുക. കാരണം നിങ്ങളുടെ ഷോ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. ഓക്കെ.